ശരീരത്തിലെ തപാൽ ഓഫീസ് എന്ന് വിളിക്കപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? തലാമസ്. ഏറ്റവും കൂടുതൽ വാരിയെല്ലുകളുള്ള ജീവി ഏതാണ്? പാമ്പ്. CV രാമന് നോബൽ സമ്മാനം ലഭിച്ച കണ്ടുപിടുത്തം ഏത്? രാമൻ പ്രഭാവം അഥവാ രാമൻ എഫക്റ്റ്. CV രാമൻ ബാംഗ്ലൂരിൽ സ്ഥാപിച്ച ഗവേഷണ സ്ഥാപനത്തിൻ്റെ പേര് എന്ത്? രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗ്രീഡ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏത്? എയ്ഡ്സ് രോഗം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത്? കാൽഷ്യം. മുൻപോട്ടും പിൻപോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ്? ഹമ്മിങ് ബേർഡ്. നിലവിലുണ്ടായിരുന്ന 63 മൂലകങ്ങളെ ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ച് 1869 ആവർത്തന പട്ടിക പുറത്തിറക്കിയത് ആരാണ്? ഡിമിട്രി മെൻഡലിയേവ്. കടലിലെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം ഏത്? നോട്ടിക്കൽ മൈൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി? സ്റ്റേപ്പിയസ്. ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? ടൈറ്റാനിയം. സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏത്? അൾട്രാസോണിക്. ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? അരിസ്റ്റോട്ടിൽ. സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? JC ബോസ്. ഉപകരണങ്ങൾ നിർമ്മിക്കാനായി മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏത്? ചെമ്പ്. പോളിയോ വാക്സിൻ കണ്ടെത്തിയത് ആരാണ്? ആൽബർട്ട് സാബിൻ. ഹൈഡ്രജൻ ബോംബ് സ്ഫോടനത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന വാതകം ഏതാണ്? ഹീലിയം. അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം? ഓക്സിജൻ. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ. വൈറ്റമിൻ B9 അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ഫോളിക് ആസിഡ്. ഓറഞ്ച്, നാരങ്ങ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ്. മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം ഏത് രാസവസ്തുവിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ്? ലൂസിഫറിൻ. ചേമ്പ് ശാസ്ത്രീയ നാമം എന്താണ്? കൊളക്കേഷ്യ എസ്കുലെൻറ്റ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായുള്ള രണ്ടാമത്തെ ലോഹം ഏതാണ്? ഇരുമ്പ്. ഭൂപടങ്ങളിൽ തരിശുഭൂമിയെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറമേതാണ്? വെളുപ്പ്. ബെറിലിയം അലുമിനിയം സിലിക്കേറ്റ് വ്യാപകമായി അറിയപ്പെടുന്ന പേരെന്ത്? മരതകം, എമറാൾഡ്. വാതക രൂപത്തിലുള്ള സസ്യ ഹോർമോൺ ഏതാണ്? എഥിലീൻ. റേഡിയോ കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ്? കാർബൺ 14. ആദ്യത്തെ ട്രാൻസ് യുറാനിക് മൂലകമായി അറിയപ്പെടുന്നത് ഏത്? നെപ്റ്റ്യൂണിയം. ഏറ്റവും ഉയർന്ന തിളനിലയുള്ള മൂലകം ഏത്? ടങ്സ്റ്റൺ. ചുവന്ന രക്താണുക്കളുടെ ശരാശരി ആയുസ് എത്ര ദിവസമാണ്? 120 ദിവസം. കമ്പിളിയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ഏത്? ആൽഫ കെരാറ്റിൻ. വെള്ളി
എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏത്? ശുക്രൻ. ഗ്രീൻ വിട്രിയോൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? സൾഫ്യൂറിക് ആസിഡ്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? മഗ്നീഷ്യം. നിർജ്ജലീകരണം മൂലം ശരീരത്തിന് നഷ്ടമാവുന്ന ലവണം ഏത്? സോഡിയം ക്ലോറൈഡ്. കൃത്രിമ ഹൃദയവാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? ടെഫ്ലോൺ. ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഏത്? കെവ്ലാർ. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ്? ടൈറ്റൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഷഡ്പദം ഏത്? കടന്നൽ. ഉറുമ്പ് കടിച്ച ഭാഗത്ത് നീറ്റലുണ്ടാകുന്നത് ഏത് രാസവസ്തുവിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്? ഫോർമിക് ആസിഡ്. ആദ്യമായി ടെലസ്കോപ്പിലൂടെ കണ്ടെത്തിയ ഗ്രഹം ഏത്? യുറാനസ്. ലെൻസിൻ്റെ പവർ പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡയോപ്റ്റർ. ലോഹങ്ങളെ പോലും മുറിക്കാൻ കഴിവുള്ള പ്രകാശരശ്മി ഏത്? ലേസർ. കണ്ണിലെ ലെൻസ് ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണ്? കോൺവെക്സ് ലെൻസ്. പാരമ്പര്യ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഗ്രിഗർ മെൻഡൽ. പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഏത്? ഓം. പവറിൻ്റെ യൂണിറ്റ് ഏത്? വാട്ട്. യന്ത്രങ്ങളുടെ പവർ അളക്കാനുള്ള യൂണിറ്റ്? കുതിരശക്തി. ഫോസ്ഫറസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഞാൻ പ്രകാശം വഹിക്കുന്നു. എലിവിഷത്തിൻ്റെ രാസനാമം? സിങ്ക് ഫോസ്ഫൈഡ്. ഏറ്റവും ഭാരം കൂടിയ ലോഹം ഏത്? ഓസ്മിയം. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏത്? ലിഥിയം. അപൂർവ ലോഹം ഏത്? റോഡിയം. ഏറ്റവും വില കൂടിയ ലോഹം ഏത്? പ്ലാറ്റിനം. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ഏത്? ലിഥിയം. ബീക്കൺ ലൈറ്റുകളിൽ ഉപയോഗിക്കുന്ന നിഷ്ക്രിയ വാതകം ഏത്? നിയോൺ. ഉള്ളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത്? ഓക്സാലിക് ആസിഡ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏത്? കാൽസ്യം. ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ.